വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ റവ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിവിടെ ചേർത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചാട്ട് മസാല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്. ഇവിടെ 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഓയിലാണ് കേട്ടോ. എന്ത് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ആണ്. ഇനിയിപ്പോൾ വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പം ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ടൈം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ ഒരു മാവ് കുഴച്ചെടുക്കേണ്ട ആ ഒരു പരുവത്തിലാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാനിതിലേക്ക് അല്പം ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടിയാണെങ്കിലും മതി കേട്ടോ. ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഇനി ഈ ഒരു മാവ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ബോൾസാക്കി ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് ചെറിയ ബോൾസ് ആക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ബോൾസ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓയിൽ നല്ലതുപോലെ ചൂടായി വരണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തപ്പം ഓയിൽ അത്രയധികം ചൂടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു 2 കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം ചെയ്ത് കൊടുക്കാൻ. കാരണം രണ്ടാമത് ചെയ്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കണ്ടോ. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടത് കൊണ്ടാണോ എന്നറിയത്തില്ല, പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ആയതുകൊണ്ട് തന്നെ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് തിരിച്ചിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇത് ക്രിസ്പി ആയിട്ട് നല്ല ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനല്ലേ ഫസ്റ്റത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഇതുപോലെ പൊടിഞ്ഞാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് തിരിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. ഫ്രൈ ആയെങ്കിൽ മാത്രമേ ആ ഒരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. കൊണ്ട് ആദ്യത്തേത് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.